പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകും എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇൻട്രോസ് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാവേശപ്പുറത്ത് ആട് മണിയാത്ര ഇൻട്രോസ് കൊടുത്തു. പിന്നെ ആട് 2 ആയപ്പോഴത്തേക്കും ഇൻട്രോസ് എനിക്കൊരു ബാധ്യതയായി. കാരണം ഓഡിയും പ്രതീക്ഷിക്കും. ആട് 3 ആകുമ്പോഴത്തേക്കും 14 ഇൻട്രോസ് ആയി. ലാസ്റ്റ് പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകും എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്തത് സാത്താൻ സേവറിന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈൽഡ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സിനിമയിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിലാണ് സാത്താൻ സേവറിനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം അതൊരു പിന്നെ ആട് 2 എനിക്ക് സാത്താൻ സേവറിന് നല്ലൊരു എൻട്രി കൊടുക്കാൻ പറ്റില്ല. അന്ന് മഴയൊക്കെ ആകപ്പാട് ഇരുട്ടായി, ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾ വിചാരിച്ചൊന്നും നടന്നില്ല. പെരുമഴ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇത്തവണ സാത്താൻ സേവറിന്റെ എൻട്രി തകർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് ഡിറൈവ് ചെയ്തത്. പിന്നെ അത് അവിടെ നമ്മുടെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടി, പിന്നെ നമ്മുടെ ഗണ്ണിന്റെ ടീമുകളും അവരാണ് തീയും പരിപാടിയൊക്കെ ആയിട്ട് പറഞ്ഞാൽ സ്പോയിലറായി. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ സണ്ണിച്ചിലധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ട്. പിന്നെ ഇത്തിരി അണ്ടർവേൾഡ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ പുള്ളിക്കത് കൊടുക്കാം. പക്ഷെ ഷാജി ബാബുനോ സർവത്ത് ഷെയ്ഡും നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഡ്യൂഡിന് പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ബാങ്കോക്കിൽ എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ പുള്ളി നമ്മളൊരു വൺ കില്ലറായിട്ടൊന്നുമല്ലോ കാണിച്ചിരിക്കുന്നത്. പുള്ളി എപ്പിക് ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുള്ളി 1000 പേരെ വെട്ടിക്കൊന്നു എന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സാത്താൻ സേവറിന് അങ്ങനെ ഒരു എൻട്രി സെറ്റ് ചെയ്തത്.